അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നലെ ഇതിൽ നമ്മൾ മണ്ണൊക്കെ തട്ടി, ചട്ടിയിലുള്ള മണ്ണൊക്കെ തട്ടിയിട്ട് കുമ്മായൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എനിക്കിത് ഇതിലും 4-5 മാസമേ ആയിട്ടുള്ളൂ. പിന്നെ അപ്പോൾ ഇതിൽ ഇതൊന്നും മണ്ണ് മാറ്റുന്നില്ല. മണ്ണ് മാറ്റാണ്ട് ഇതിൽ കുമ്മായം മിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. കുമ്മായം മിക്സ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ആ സൈഡിൽ പടങ്ങുണ്ടായിട്ടുണ്ടായിരുന്നു, അതിലെടുത്തിട്ട് ഇപ്പുറം വെച്ചു, സെൻറ്ററിൽ വെച്ചു. ഒന്നാമത് മഴ പെയ്യുമ്പോൾ ആ സൈഡിൽ വെള്ളം ഇങ്ങനെ നിൽക്കും. അപ്പം എനിക്ക് മഴ സമയത്ത് ക്ലീൻ ചെയ്യാനൊന്നും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ സൈഡിൽ ഇതുപോലത്തെ സ്റ്റാൻഡോ എന്തെങ്കിലും വെച്ചിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. കൂടുതൽ ഈ സെൻറ്റർ ഭാഗത്താണ് ഞാൻ ഉൾക്കൊള്ളിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ സെൻറ്ററിൽ അങ്ങനെ വെള്ളം നിൽക്കില്ല, സൈഡിലോട്ടല്ലേ വെള്ളം വാർന്നു പോവാം. അപ്പോൾ അതുകൂടി പരിഗണിച്ചാണ് സൈഡിൽ നിന്ന് ഒരുവിധം ഒഴിവാക്കുക, പരമാവധി സെൻറ്ററിലായിട്ട് കൊള്ളിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇനി ആ ബോക്സിൽ എടുത്തിട്ട് നമുക്ക് ഈ സ്റ്റാൻഡിലേക്ക് കയറ്റണം. പടം വെച്ചില്ലേ, ഇതിൻ്റെ മുകളിലേക്ക് കയറ്റി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതാ കുമ്മായം ഞാൻ എടുത്തുകൊണ്ടിട്ടുണ്ട്. ഇത് പച്ചക്കക്ക പൊടിച്ചതാണ് കേട്ടോ. നമുക്ക് സിമൻറ്റ് കടയിലെല്ലാം പോയി കഴിഞ്ഞാൽ കിട്ടും. കുമ്മായ നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പിന്നെ കുമ്മായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരും. അങ്ങനെ ഇതിലെല്ലാം ഇട്ട് കൊടുക്കാൻ വിചാരിക്കുന്നുണ്ട്. ആയിട്ട് ഇതിലുള്ള മണ്ണെല്ലാം കുറച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം കുറച്ച് കുമ്മായം ഇട്ട് കൊടുക്കുക. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കുമ്മായം, കൂടുതൽ ഇടണമെന്നില്ല. എന്നിട്ട് നമുക്കിത് ഒരാഴ്ചയെല്ലാം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇതിലെന്തെങ്കിലും നടാനുണ്ടെങ്കിൽ നടാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്ത ഗ്രോ ബാഗിലും ഇതുപോലെ ചെയ്യാം. നിങ്ങൾ കച്ചറയിലുണ്ടെങ്കിൽ അങ്ങ് എടുത്ത് മാറ്റി കൊടുക്കുക. എന്നിട്ട് മണ്ണിളക്കിയതിന് ശേഷം കുറച്ച് കുമ്മായം ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ചെറുതായിട്ട് നനച്ചു കൊടുക്കാനുണ്ട്. വെള്ളത്തിൽ ഇട്ടതിന് ശേഷം നനച്ചു കൊടുക്കണം. ഈ ഗ്രോ ബാഗ് ഞാൻ ഇത് ഓൺലൈനിൽ വാങ്ങിയതാട്ടോ. അപ്പോൾ ഇത് കുറേ നാൾ ഒരു വർഷത്തോളം നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം പിന്നെ ഇതിങ്ങനെയാണ് കേട്ടോ അവസ്ഥ. അതുകൊണ്ട് ഈ ഗ്രോ ബാഗ് വാങ്ങൽ ഞാൻ നിർത്തി. ഇപ്പം ഞാനത് അതുപോലത്തെ ഗ്രോ ബാഗാണ് കേട്ടോ വാങ്ങൽ. അത് നല്ലതാണ്. ഒന്നുകിൽ അങ്ങനത്തെ ഗ്രോ ബാഗ്, അല്ലെങ്കിൽ ഇതുപോലത്തെ ചട്ടി. ഈ ഗ്രോ ബാഗ് വാങ്ങിയാൽ ശരിയാകുന്നില്ല. ഇനിയിപ്പോൾ ഇതിലെല്ലാം ഇതുപോലെ ചെയ്യാം. വെള്ളത്തിനിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇത് മൊത്തമായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഞാനിത് നട്ടത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറേശ്ശെ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് മാസത്തിൽ ഒരു തവണയിൽ നമ്മൾ തൈകൾ നട്ടതായാലും ഗ്രോ ബാഗിൽ കുറേശ്ശെ കുമ്മായം ഒന്നെങ്കിൽ കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ടും വെള്ളം ഒഴിച്ച് കൊടുക്കുക.
വെള്ളത്തിൽ നട്ടിട്ടുണ്ട്. കുമ്മായം മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് കത്തി വെച്ചിട്ട് ഇളക്കുക, എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. മൊത്തമായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മൊത്തമായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവും. പച്ചമുളകിൻ്റെ തൈയാണ് കേട്ടോ. വെള്ളത്തിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിലെല്ലാം ചൂടൊന്ന് ആക്കി കൊടുക്കുക. ചീരയാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇതിൽ കളിക്കുന്നില്ല. ഇതിലൊന്നും കേട്ടോ. അപ്പോൾ മൊത്തമായിട്ടൊന്ന് ഇളക്കിയിട്ട് അരച്ചു കൊടുക്കുക. നമ്മൾ തൈകൾ നട്ടാലും ഇടയ്ക്കിടയ്ക്ക് ചൂടൊന്ന് ഇളക്കി കൊടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണ് എപ്പോഴും നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കും. പിന്നെ അതുമാത്രമല്ല ഇതിന് വേരിറങ്ങാൻ ഈസിയാവും. വലിയ വലിയ കട്ടയിലുണ്ടെങ്കിൽ എടുത്തങ്ങ് മാറ്റാം. ഇത് കണ്ടോ, ഞാൻ ചകിരിച്ചോറിടില്ല, പിന്നെ ചിപ്പിപ്പൊടിയുണ്ട്, അതാണ് മിക്സ് ചെയ്യുക. ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ ഇടുമ്പോൾ ഉള്ള പോലെയല്ല, ഇപ്പോൾ പൊടിഞ്ഞ് ഫുൾ വളമായി. വെണ്ടയ്ക്കൻ്റെ വിത്തിട്ടതാണ്, പറിച്ച് നടാനുണ്ട്. ചൂട് ഇളക്കി കൊടുക്കുമ്പോൾ എന്താണ് ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കളകളെല്ലാം വളരും. അപ്പോൾ അതൊക്കെ പോയാൽ നമ്മൾ ഇടുന്ന വളങ്ങളെല്ലാം നമ്മളെ തൈകൾക്ക് തന്നെ, പച്ചക്കറി തൈകൾക്ക് കിട്ടും. വെണ്ടയ്ക്കയാണ് പറിക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, കുറച്ച് മൂത്ത പോലെ ആയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്കിത് വിത്തിന് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെച്ചത്. കാന്താരി ഉണങ്ങിയത് തന്നിട്ടത് അത് വെള്ളം ഒഴിച്ച് കൊടുത്തപ്പോൾ അതിൽ പുതിയ ലീഫെല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ അത് അവിടെ തന്നെ വെച്ചോട്ടോ. ഉണങ്ങിയ ഭാഗങ്ങളെല്ലാം പൊട്ടിച്ചങ്ങ് കളയുക. ഇത് നമ്മൾ 10 മണിയാണ് കേട്ടോ. ഇത് കുറച്ച് കഴിഞ്ഞാൽ നല്ല റെഡ് കളറ് ഫ്ലവർ വിരിയും കേട്ടോ. ഇപ്പോൾ ഈ ചട്ടിയിൽ തന്നാലും വെച്ചതാണ് ഞാൻ, പിന്നെ അത് കളയാൻ നിന്നിട്ടില്ല. ഇത് തന്നിട്ട് വിചാരിച്ചു. ഇത് അനാറാണ്. അനാർ ഇതുപോലെ പിന്നെ
ഞാൻ പറഞ്ഞില്ലേ വെള്ളം ഒഴിക്കാണ്ട് വെച്ചപ്പോൾ കല്യാണത്തിൻ്റെ തിരക്കായിട്ട് വെള്ളം ഒഴിക്കാണ്ട് വെച്ചപ്പോൾ ഇത് ഉണങ്ങിയതാണ്. വേണ്ട മൊത്തം കമ്പ് മൊത്തം ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ടിത് വെള്ളം ഒഴിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെയും തെഴുത്ത് വന്നതാണ്. അതുകൊണ്ട് ആരും ഇതുപോലെ ഉണങ്ങിപ്പോയെന്ന് വിചാരിച്ചിട്ട് അത് പറിച്ച് കളയാനും നിൽക്കണ്ട. കുറച്ച് നാൾ വെയിറ്റ് ചെയ്യുക. വെള്ളം ഒഴിച്ച് കൊടുത്ത് നോക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ അത് തെളിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് പറിച്ച് കളഞ്ഞാൽ മതി കേട്ടോ, ഒഴിവാക്കി കളഞ്ഞാൽ മതി. ഇപ്പോൾ തെളിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ വെക്കാം. ഇതിലെല്ലാം മണ്ണെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഈ ഭാഗമെല്ലാം ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. നല്ല വെയിൽ വന്നിവിടെ. ഇനി എല്ലാത്തിനും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് താഴേക്ക് പോകാൻ. ഇനി ഈ ഭാഗമൊന്ന് ക്ലീനാക്കാനുണ്ട്, സെറ്റ് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ ഇനി ഓരോന്നോരോന്നായിട്ട് ഓരോ ദിവസം രാവിലെ വന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ വെള്ളം ഒഴിച്ചിട്ട് താഴേക്ക് പോവാണ്.